മലപ്പുറം പെരിന്തൽമണ്ണ ചെയ്യാൻ പോകുന്ന ഒരു വർക്കാണ്. 941 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത്. ഇതിനകത്ത് നമുക്ക് പിന്നെ 2 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും, ഒരു ലിവിങ്, ഒരു ഡൈനിങ്, കിച്ചണ്, പിന്നെ ഈ ഒരു സിറ്റ് ഔട്ടുമാണ് ഈ ഒരു ചെറിയ വീട്ടിൽ വരുന്നത്. നമ്മള് വലിയ ആഡംബരമൊന്നും കാണിക്കാതെ സിമ്പിളായിട്ട് എന്നാ അത്യാവശ്യം ഭംഗിയുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോർണറിലോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമ്മളെ ബെഡ്റൂം കാര്യങ്ങൾ വരുന്നത്. ഒരു ബെഡ്റൂമാണ് ഈ വരുന്നത്. ഇപ്പൊ ഇതിന്റെ ഔട്ട് സൈഡിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് ക്ലാഡിങ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീടിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു പ്ലാന്റഡ് ബോക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു ഷോ വാള് കാര്യങ്ങൾ ഒരു 1 ഫീറ്റ് വിഡ്ത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഇവിടെ ഓൾറെഡി 2 അടിന്റെ ഷോ വാള് കാര്യങ്ങൾ നമുക്ക് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഈ ഒരു രീതിയിലാണ് ഇതിനവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഉള്ളിൽ വരുന്ന ഒരു 1 ഫീറ്റ് വിടുത്ത് വരുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്ലാന്റഡ് ബോക്സ് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ സിറ്റ് ഔട്ട് നമ്മളൊരു പക്ക ബോക്സി രീതിയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒരു പക്ക ബോക്സ് ടൈപ്പിലാണ് 2 സൈഡും കവറായി വരുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ റിംഗ് ഇട്ടിട്ട് ഒരു ഓപ്പണിംഗ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു പ്ലാന്റഡ് ബോക്സ് കാര്യങ്ങൾ ഈ സ്റ്റെപ്പിനോട് ചേർന്ന് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഒരു പ്ലാന്റ് കാര്യങ്ങൾ നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിറ്റ് ഔട്ടിൽ സീലിംഗിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഈ ഒരു എന്താ പറയാ ഈ ഒരു സിറ്റ് ഔട്ടിൽ ലൈറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ നമ്മളിവിടെ ഒരു ഷോ വാള് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വീടിന്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം കൊടുത്തിട്ടുള്ളതാണ്. അതിനകത്ത് ക്ലാഡിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ ഒരു 1 ഫീറ്റിന്റെ ഒരു സൺഷെയ്ഡ് കാര്യങ്ങൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഈ വീടിന്റെ ഈ ഒരു ബാക്ക് സൈഡിലായിട്ടാണ് കിച്ചണ് വരുന്നത്. കിച്ചണ് വരുന്നതിന്റെ ഇവിടെ ഇങ്ങനെ നമ്മൾ വിൻഡോ വരുന്നത് പിന്നെ 60 സെന്റിമീറ്റർ ഹൈറ്റ് വരുന്ന വിൻഡോ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിൽ ഇതും ഈ വിൻഡോയും കിച്ചണിനകത്ത് തന്നെയാണ് വരുന്നത്. ഇത് നമ്മൾ 1 മീറ്റർ ഹൈറ്റിൽ വരുന്ന വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്റ്റെപ്പ് കാര്യങ്ങൾ ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് വരുന്നത് ആ ഒരു ബെഡ്റൂം കാര്യങ്ങളാണ്. ബെഡ്റൂം ആണ് ഇവിടെ വരുന്നത്. പിന്നെ നമ്മൾ ബാൽക്കണി മറ്റേ സ്റ്റെയറിലോട്ട് വരുമ്പോൾ സ്റ്റെയർ റൂം നമ്മൾ ഫസ്റ്റ് ലാൻഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ബേവിന്റെ കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു വിൻഡോനെ ഒരു 10 സെന്റിമീറ്റർ ഉള്ളിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ വാട്ടർ ഡാമേജ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ മുകളിലോട്ട് വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. സ്റ്റെയർ റൂം കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെയാണ് അതിന്റെ പിന്നെ ഡോറ് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു റൗണ്ട് കാര്യങ്ങൾ റിംഗ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഗ്ലാസ് കാര്യങ്ങൾ ഇട്ടിട്ടാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഈ ഒരു വീട് വരുന്നത്. ഇത് നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 3.8 സെന്റ് സ്ഥലം വേണ്ടി വരും. നമുക്ക് സെറ്റ് ബാക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു 3.8 സെന്റ് സ്ഥലത്താണ് നമ്മൾ ഈ ഒരു 941 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റുകൾ അറിയിക്കുക. ഈ വീടിന്റെ പോരായ്മകളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും എല്ലാ കാര്യങ്ങളും കമന്റ് ആയിട്ട് തന്നെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരുന്നതായിരിക്കും.